ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ഒരു അടിപൊളി ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പതിപോലെ തന്നെ പൂക്കളം വരയ്ക്കുക എപ്പോഴും സർക്കിളായിട്ടാണ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചു, അതിനുള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരച്ചു. ഓക്കെ, അത് വളരെ സിമ്പിളായിരുന്നു. 2 സർക്കിൾ വരച്ചു, അത്ര നമ്മളിപ്പോൾ ചെയ്തോളൂ. എന്നിട്ട് ഏറ്റവും ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ വരച്ചു. ടോട്ടൽ 3 സർക്കിൾ നമ്മൾ വരച്ചു. ഇത്രയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളൂടെ വരച്ചു. ടോട്ടല് 1, 2, 3, 4 സർക്കിള്, ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിളുണ്ട്. അപ്പോൾ ടോട്ടൽ 5 സർക്കിൾ വരച്ചു. അപ്പോൾ ഇതെല്ലാം സൂക്ഷിച്ച് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ സിമ്പിൾസ് കണക്ട് ചെയ്ത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഏറ്റവും നടുക്കായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ഒരു ക്രോസ് ഷേപ്പ്, ഒരു കുരിശിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്തും ക്രോസ് പോലെ വരച്ചെടുക്കുക. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പായിട്ട് മാറി. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇനി നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കണം. കണക്ട് ചെയ്ത് കോർണേഴ്സിൽ നമ്മൾ 4 കോർണേഴ്സിലായിട്ട് ട്രയാങ്കിൾസ് കണക്ട് ചെയ്ത് വരച്ചു. ഇത്രയാണ് ചെയ്തത്. ട്രയാങ്കിൾസ് കണക്ട് ചെയ്ത് വരച്ചു. ഇനി അത് കണക്ട് ചെയ്ത് നമ്മൾ എന്തായി, ഒരു കൂടുതൽ ട്രയാങ്കിൾസ് കണക്ട് ചെയ്ത് വരച്ചെടുത്തു. ഇത്രയാണ് ചെയ്തത്. ഇനി ഔട്ടർ സർക്കിളിൽ നമ്മൾ കർവ്സ് ജോയിൻ ചെയ്ത് വരച്ചു. ഒരുപാട് കർവ് ജോയിൻ ചെയ്ത് വരച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ചെയ്തത്. ഇനി ആ കർവ് തമ്മിൽ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഒരു 3D ലുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വരച്ച് സിമ്പിളായിട്ട് വരച്ചു കഴിഞ്ഞത്. ഇനി കർവ് തമ്മിൽ ഉള്ളിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് വരച്ച് നോക്കാം, എന്താവും നോക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണത്തിൻ്റെ കർവ് ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്തു, മറ്റേടത്തും ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് എന്താവും നോക്കാം. ഓക്കെ, അത് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. കർവ് തമ്മിൽ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡീറ്റെയിലിംഗ് കൂടുന്നതോറും എനിക്ക് തോന്നുന്നു പൂക്കളം ഇടുമ്പോൾ നമുക്ക് എത്ര ഷെയ്ഡ്സ് പൂക്കൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മാക്സിമം എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കൊണ്ടുവരിക. പിന്നെ സിമ്മട്രിക്കലായിരിക്കണം. അതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പൂക്കളം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഡിസൈനൊക്കെ ഉറപ്പായിട്ട് നമുക്കൊരു പൂക്കളം കോമ്പറ്റീഷന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആ കർവ് തമ്മിൽ കണക്ട് ചെയ്ത് ഉള്ളിലോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കർവ് കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ കർവ് കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തോളൂ. കർവ് കണക്ട് ചെയ്ത് ഉള്ളിലേക്ക് വരച്ചു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഓരോ ഡിസൈനും വരയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് പൂക്കളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഔട്ടർ സർക്കിളിലായിട്ട് ഇങ്ങനെ പാരലൽ ലൈൻസ് ഇങ്ങനെ വരച്ചെടുക്കുക, സർക്കിൾ. അപ്പം ഈ ലൈൻസ് വരയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലൈൻസ് എല്ലാം പ്രോപ്പർ ഡിസ്റ്റൻസിലായിരിക്കണം വരയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ അതിനകത്ത് ഒരു സർക്കിളൂടെ വരച്ചെടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്, നമുക്കവിടെ ഏത് കളർ, ഏത് ഷെയ്ഡ് കളേഴ്സ് വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വീണ്ടും ഒരു സർക്കിളൂടെ വരച്ചു. ഇപ്പോൾ 2 സർക്കിളാണ് അതിൻ്റെ ഉള്ളിലായിട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ്. പക്ഷേ ഇത് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പുറത്തും വീണ്ടും ഒരു സർക്കിളൂടെ വരച്ചു.
അപ്പോൾ ഈ പൂക്കളമൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എത്ര ഷെയ്ഡ്സ് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുമോ അത്രയും ഷെയ്ഡ്സ് കൊടുക്കാൻ പറ്റും. എത്രത്തോളം ഡീറ്റെയിലിംഗ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ട് മാറും. അപ്പോൾ ഈ പൂക്കൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം നമ്മളത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രയും ഭംഗിയാക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം പൂക്കളം ടീം.